2026 ജൂലൈയിലെ BSNL റീചാർജ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്ലാൻ 99 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 14 ദിവസമാണ്. ഈ 14 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ SMS വരുന്നില്ല. ആകെ നമുക്ക് 50 MB ഡേറ്റയാണ് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്നത്. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 7 രൂപ 7 പൈസയാണ്. BSNL പ്ലാൻ 107 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 20 ദിവസമാണ്. 20 ദിവസത്തേനും കൂടി നമുക്ക് 200 മിനിറ്റ് കോളുകളാണ് ലഭിക്കുന്നത്. ആകെ നമുക്ക് 3 GB ഡാറ്റ ലഭിക്കും. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ SMS വരുന്നില്ല. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 5 രൂപ 35 പൈസയാണ്. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു 200 മിനിറ്റ് കോളുകളാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 3 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൻ ബാലൻസിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കോൾ ചെയ്യുവാനും SMS അയക്കുവാനും വേണ്ടി സാധിക്കും. പ്ലാൻ 147 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 24 ദിവസമാണ്. 24 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് 5 GB ഡാറ്റ ലഭിക്കും. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ SMS വരുന്നില്ല. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ഒരു ദിവസം 6 രൂപ 12 പൈസയാണ്. BSNL പ്ലാൻ 153 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 24 ദിവസമാണ്. 24 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഒരു ദിവസം നമുക്ക് 1 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 37 പൈസ ആയിരിക്കും. പ്ലാൻ 197 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 35 ദിവസമാണ്. ഈ 35 ദിവസത്തിനും കൂടി നമുക്ക് 200 മിനിറ്റ് കോളുകളാണ് ലഭിക്കുന്നത്. ആകെ നമുക്ക് 5 GB ഡാറ്റ ലഭിക്കും. ആകെ നമുക്ക് 100 SMSകൾ ലഭിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 5 രൂപ 62 പൈസയാണ്. നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ബാലൻസിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കോൾ ചെയ്യുവാനും SMS അയക്കാനും ഒക്കെ സാധിക്കും. അതിന് ബേസിക് കോൾ ചാർജുകൾ ആപ്ലിക്കബിൾ ആയിരിക്കും. BSNL പ്ലാൻ 199 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 28 ദിവസത്തെ വാലിഡിറ്റിയാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 7 രൂപ 10 പൈസയാണ്. BSNL പ്ലാൻ 225 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2.5 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 7 രൂപ 50 പൈസയാണ്. BSNL പ്ലാൻ 228 ഈ 228 രൂപയുടെ പ്ലാൻ എന്ന് പറയുന്നത് 1 മന്ത് വാലിഡിറ്റി ഉള്ള ഒരു പ്ലാനാണ്. അതായത് ഇപ്പോൾ ഒരു മാസം 1-ാം തീയതി റീചാർജ് ചെയ്താൽ അടുത്ത മാസം 1-ാം തീയതി വീണ്ടും റീചാർജ് ചെയ്യുക. ഒരു മാസം 2-ാം തീയതി റീചാർജ് ചെയ്താൽ അടുത്ത മാസം 2-ാം തീയതി വീണ്ടും റീചാർജ് ചെയ്യുക. 28 ദിവസമെന്നോ 30 ദിവസമെന്നോ 31 ദിവസമൊന്നും വാലിഡിറ്റി ഇല്ല. 1 മന്താണ് ഇതിൻ്റെ വാലിഡിറ്റി പീരീഡ്. അത്തരത്തിലുള്ള പ്ലാനാണിത്. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ നമുക്ക് ഒരു മാസം വാലിഡിറ്റി ലഭിക്കും. ആ ഒരു മാസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. BSNL പ്ലാൻ 247 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ആകെ നമുക്ക് 50 GB ഡാറ്റ ലഭിക്കും. പ്രതിദിന ലിമിറ്റുകളില്ലാതെ ഈ 50 GB നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം 100 SMS വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് 10 രൂപ ടോക്ക് വാല്യൂ നമുക്ക് ലഭിക്കും. ഈ ഒരു പ്ലാനിൻ്റെ വാലിഡിറ്റി 30 ദിവസമാണ്. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഈ പ്ലാനിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 8 രൂപ 23 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 299 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമായിരിക്കും. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 3 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ഒരു ദിവസം 9 രൂപ 96 പൈസ ആയിരിക്കും. ഏതാണ്ട് 10 രൂപയ്ക്കടുത്ത്. BSNL പ്ലാൻ 319 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 60 ദിവസമാണ്. ഈ 60 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഈ 60 ദിവസത്തേനും കൂടി നമുക്ക് 10 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. അതിന് പ്രതിദിന ലിമിറ്റുകൾ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ നമുക്ക് ആകെ ഒരു 300 SMSകൾ ലഭിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഈ പ്ലാനിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 5 രൂപ 31 പൈസ ആയിരിക്കും.
BSNL പ്ലാൻ 347 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 50 ദിവസമായിരിക്കും. ഈ 50 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ₹6.94 ആയിരിക്കും. BSNL പ്ലാൻ 439. ഈ 439 പ്ലാൻ എന്ന് പറയുന്നത് ഒരു കോളിംഗ് ഓൺലി പ്ലാനാണ്. അതായത് ഇതിൻ്റെ ഡേറ്റ വരുന്നില്ല. ഡേറ്റ ഇല്ലാതെ അൺലിമിറ്റഡ് കോളുകൾ മാത്രം ലഭിക്കുന്ന ഒരു പ്ലാനാണ് പ്ലാൻ 439 എന്ന് പറയുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി 80 ദിവസമാണ്. ഈ പ്ലാനിൻ്റെ കൂടെ നമുക്ക് 300 SMSകളും ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു ദിവസം ₹5.48 ആയിരിക്കും. പ്ലാൻ 485. ഈ 485 രൂപയുടെ പ്ലാൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 72 ദിവസമാണ്. 72 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ലഭിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ₹6.73 ആയിരിക്കും. BSNL പ്ലാൻ 599 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 70 ദിവസമായിരിക്കും. ഈ 70 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 3 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ₹8.55 ആയിരിക്കും. BSNL പ്ലാൻ 897 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 165 ദിവസമായിരിക്കും. ഈ 165 ദിവസത്തേനും കൂടി നമുക്ക് 24 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, പ്രതിദിന ലിമിറ്റുകളില്ലാതെ 24 GB ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്താൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ₹5.43 BSNL പ്ലാൻ 997 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 150 ദിവസമാണ്. ഈ 150 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്താൽ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ഒരു ദിവസം ₹6.64. BSNL പ്ലാൻ 1499 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 300 ദിവസമാണ്. ഈ 300 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഈ 300 ദിവസത്തേനും കൂടി നമുക്ക് 32 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, പ്രതിദിന ലിമിറ്റുകളില്ല. ആകെ നമുക്ക് ലഭിക്കുന്നത് 32 GB ഡേറ്റയാണ്. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്താൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ₹4.99. BSNL പ്ലാൻ 1999 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 330 ദിവസമാണ്. ഈ 330 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 1.5 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ നമ്മുടെ ഈ മുഴുവൻ വാലിഡിറ്റിയിലേക്കുമായി ഒരു 10 GB ഡേറ്റ കൂടി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഒരു ഓഫറായിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്താൽ ഇതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു ദിവസം ₹6.05 ആയിരിക്കും. BSNL പ്ലാൻ 2399 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 365 ദിവസമായിരിക്കും. ഈ 365 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ₹6.57 ആയിരിക്കും. BSNL പ്ലാൻ 2799. BSNLിൻ്റെ ഏറ്റവും കൂടിയ പ്ലാനാണ് പ്ലാൻ 2799 എന്ന് പറയുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി 365 ദിവസമാണ്. ഈ ഒരു പ്ലാനിൻ്റെ ഒപ്പം അൺലിമിറ്റഡ് കോൾസ് വരുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് 3 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓഫർ നമ്മൾ റീചാർജ് ചെയ്താൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ₹7.66 ആയിരിക്കും.